എന്താണ് പ്രൊഫഷണൽ സ്പേസ് എന്ന് പറയുന്നത് അറിയില്ലായിരുന്നു. അതായത് ഡാൻസ് ചുമ്മാ പെർഫോം ചെയ്യുന്നതാണ് പ്രൊഫഷണൽ സ്പേസ് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഹരി പറഞ്ഞ പോലെ ഒരു വയലിനിസ്റ്റ് എന്നുള്ള നിലയിൽ എനിക്കൊരു ഡിഫറൻസ് കിട്ടിയതെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ഒരു ടോപ്പ് റാങ്കിങ് മ്യൂസീഷ്യൻ ഇവിടെ ഇല്ല. What prompts you to work for a non-profit? Because I don't think there is anything more deeply satisfying for me as an individual to be making dances. My question is, ഇൻസ്റ്റാഗ്രാമിൽ 2 മിനിറ്റ് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് 2 മണിക്കൂർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഹായ്, ദിസ് ഇസ് RJ വിദ്യാശങ്കർ. ചായക്കട ചാറ്റ്സിലെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ നാട്ടിലൊക്കെ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ മോനോ മോളോ പാട്ട് പഠിക്കണ്ടോ, ഡാൻസ് പഠിക്കണ്ടോ, ആർട്ടിസ്റ്റാണോ, കൊള്ളാലോ, പക്ഷെ മെയിനായിട്ട് എന്താ പഠിക്കണേ, പ്രൊഫഷൻ എന്താ ചോദിക്കും. ഈ ആർട്ടിനെ ഒരിക്കലും പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്യണം എന്നൊരു മെൻറ്റാലിറ്റി എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ അങ്ങനെ തിരിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും കാനഡയിലേക്കും കൂടി വരുമ്പോൾ അവിടെ ആർട്ട് ഒരു പ്രൊഫഷനായി പെർസ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ ആൾക്കാർ ഇതിങ്ങനെ അവിടെ ആർട്ടോ, അതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സ്ഥിരം ചോദ്യമുണ്ട്. അതിനൊക്കെ തെറ്റാണെന്നും ആർട്ട് പാഷൻ മാത്രമല്ല പ്രൊഫഷൻ ആക്കാം എന്നും തെളിയിച്ച് വളരെ സക്സസ്ഫുള്ളായ ആർട്ടിസ്റ്റായി കാനഡയിൽ തുടർന്ന് വരുന്ന 3 മലയാളികളെയാണ് ഇന്ന് ചായക്കട വിത്ത് ചാറ്റ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത്. വെൽക്കം സുമ സുരേഷ്, ആർട്ടിസ്റ്റിക് ഡയറക്ടർ സമ്പ്രദായ ഡാൻസ് ക്രിയേഷൻസ്. Jaydevan sir, violinist, music director, performer and founder director of Sariga School of Music and Fine Arts. Thank you. Harikishan, dancer, performer, drama artist, short film personality and so much more, founder and artistic director of Regatta Dance Kala Kendra. Very happy to have all of you here. Thank you for having us. Thank you. So if I may start with Jaydevan sir, considering that sir hip and happening ഒക്കെയാണ്, പക്ഷെ നമ്മുടെ ഒരു ഗുരുതുല്യൻ കൂടിയാണ്, അതുകൊണ്ട് സാറിൽ നിന്നും തുടങ്ങാം ഒരു ഗുരുത്വത്തോടു കൂടി. സാർ 2001 കാനഡയിലേക്ക് വരുന്നത് അല്ലേ? 2001 പക്ഷെ സാറ് വരുന്നത് ഒരു IT പ്രൊഫഷണൽ ആയിട്ടാണ്. പക്ഷെ ഇപ്പൊ സാർ ഒരു മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റ് ആണ്. സാറിന്റെ ഒരു ജേർണി ഒന്ന് നമുക്ക് വേണ്ടി സമ്മറൈസ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെ ഒരു IT പ്രൊഫഷണലായി വന്ന സാറ് ഇപ്പോൾ ഒരു മെയിൻ സ്ട്രീം മ്യൂസിക് ഡയറക്ടർ കൂടിയാണ്, പല ഹോളിവുഡ് മൂവീസ് കൊളാബറേഷൻസിൻ്റെ ഒക്കെ. സോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി എൻ എൻലൈറ്റനിങ് ജേർണി ഫോർ us. അല്ല, ഞാൻ നാട്ടിൽ വെച്ചും സെയിം പ്രൊഫഷൻ കണ്ടിന്യൂ ചെയ്തിരുന്നു. മ്യൂസീഷ്യനായിട്ട് പ്രോഗ്രാംസിന് വായിക്കുമായിരുന്നു, റെക്കോർഡിങ്സിന് വായിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ വന്നു. പക്ഷെ പിന്നെ കമ്പ്യൂട്ടറിലേക്കായി എൻ്റെ ശ്രദ്ധ കൂടുതലും. ആ സമയത്ത് കുറേ നാൾ നമ്മൾ മ്യൂസിക്കിൽ നിന്ന് ടോട്ടലി വിട്ടു നിന്നിരുന്നു. Then after coming here in Canada, then I was എന്താ പറയുക, കമ്പ്യൂട്ടറിലെ ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ജോലിയൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ ആക്സിഡൻ്റലി ഒരു ലോയറുടെ വീട്ടിൽ പോകുന്നു. ആ വീട്ടിൽ ഞാൻ ഞാൻ വന്നിട്ട് 2 ആഴ്ച ആയിട്ടുള്ളൂ. കയറുമ്പോൾ ഒരു കുട്ടി മുകളിലത്തെ മുറിയിൽ കുറേയൊണ്ടുമില്ല വയലിനിൽ വായിക്കണം. അത് അദ്ദേഹത്തിൻ്റെ മകളായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചത് ആരാ ഇവിടെ വയലിൻ വായിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ എന്നെ പോലെ എൻ്റെ മകളാണെന്ന് പറഞ്ഞു. വയലിൻ വായിക്കുമോ, വയലിൻ ഇഷ്ടമാണെന്ന് ചോദിച്ചു. പറഞ്ഞു കുറേശ്ശെ വായിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിയെ അദ്ദേഹം വിളിക്കുന്നു. അപ്പോൾ താഴെ വരുന്നു, ഈ വയലിൻ എൻ്റെ കയ്യിൽ തരുന്നു. ഞാനിങ്ങനെ വായിച്ചപ്പോഴത്തേ ഇദ്ദേഹം കസേരയിൽ നിന്ന് ഇങ്ങനെ എഴുന്നേൽക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പറയുന്നു, ഓ മൈ ഗോഡ്, യു ആർ സംതിങ് ഡിഫറെൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഹി കോൾഡ് സം അതർ ആർട്ടിസ്റ്റ് ഹിയർ. എന്നിട്ട് പറയാണ്, ഇന്നപോലെ ഒരാൾ വന്നിട്ടുണ്ട്, യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ഹിം എന്ന് പറയുന്നു. പിന്നെ എനിക്കൊരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി, വർണ്ണരാമേശ്വരൻ. ആ സമയത്ത് വർണ്ണരാമേശ്വരൻ ഇപ്പം ഇല്ല നമ്മുടെ അവിടെ, അദ്ദേഹം കോവിഡ് സമയത്ത് മരിച്ചുപോയി. പുള്ളി എന്നെ എല്ലായിടത്തും കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു, പ്രോഗ്രാംസിനും അല്ലെങ്കിൽ കുട്ടികളെ. അദ്ദേഹം എവിടെ ക്ലാസ് എടുക്കാൻ പോകുന്നു അവിടെ പറയും, ജയദേവൻ കം വിത്ത് മീ, സോ വി ക്യാൻ സ്റ്റാർട്ട് ക്ലാസ് ഹിയർ, യു ക്യാൻ ടേക്ക് വയലിൻ, ഐ ക്യാൻ ടേക്ക് വോക്കൽ. So that was a big help. Right. Okay. So what we have to do is we should always upgrade our knowledge. Perfect, sir. So speaking of upgrading of the knowledge, and that's where with your permission, I will
shift focus to Suma. So we have an IT professional turned musician, and Suma is a corporate communications specialist. Yeah, well, I don't know if I was a specialist, but that was my space. That was your space. ഇന്ത്യയിൽ അതായിരുന്നു പ്രൊഫഷൻ. ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും അതായിരുന്നു. കാനഡയിൽ വന്നിട്ടാണ് ആർട്ടിന്റെ ആ ഒരു കോളിംഗ് വരുന്നത്. ആൻഡ് ഒരു ഡാൻസ് സ്കൂളിൽ നിന്ന് തുടങ്ങി ഇനീഷ്യലി, ബട്ട് നൗ യു ഹാവ് rebranded yourself, repositioned yourself in the mainstream with Sampradaya dance creations as an artistic director. Right? So you've gotten into that mainstream, right? So and sir was talking about upgrading skills. Right. So how did you upgrade from starting just okay ഞാൻ ഡാൻസ് പഠിച്ചു, ഡാൻസ് പഠിപ്പിക്കാം എന്നുള്ളതിൽ നിന്നും you are now creating platforms for so many artists. How did that transition happen? I think it was just one thing after the other and how life unfolded for me. ഞാൻ ആദ്യം വന്നത് ഓട്ടോവേലായിരുന്നു. ഓട്ടോവേൽ, ആസ് യു നോ, ഒരു ഫെഡറൽ സിറ്റി ആയതുകൊണ്ട് കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ജോബ്സ് റിക്വയർഡ് that I be bilingual. അപ്പോൾ ഫ്രഞ്ച് വലിയ വശമില്ല. അപ്പോൾ അതുകൊണ്ട് I think I've always been a very curious person, and I've always been interested to learn. Learning is a thing that really drives me. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ എനിക്ക് കമ്മ്യൂണിക്കേഷൻസ്, കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ് തന്നെ എൻ്റെ സ്പേസ് പബ്ലിക് റിലേഷൻസും മീഡിയ റിലേഷൻസും ഒക്കെ ആയിരുന്നു. ആൻഡ് ഐ വാസ് ഫാസിനേറ്റഡ് ബൈ ഫിലിം. സോ ഐ വെൻറ്റ് ഓൺ ടു ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്തു അൽഗോൺക്വിൻ കോളേജിൽ ഇൻ ഡോക്യുമെൻ്ററി പ്രൊഡക്ഷൻ. അപ്പോൾ സോ ഐ റിയലൈസ് എൻ്റെ മൈ ഹാർട്ട് ബീറ്റ് ഇസ് ഇൻ ദി ആർട്സ്. ഇറ്റ്സ് ഓൾവേസ് ബിൻ ഇൻ ദി ആർട്സ്, ഡാൻസ്, മ്യൂസിക്. പക്ഷേ Canada was this one country where I could explore the possibilities of doing this full time. അപ്പോൾ ഞാൻ ഡോക്യുമെൻ്ററി പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴും പിന്നെ ഒരു സ്റ്റാർട്ടപ്പ്, ഓട്ടോവേലുള്ളൊരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് ഐ വാസ് ഡൂയിങ് സം പബ്ലിക് റിലേഷൻസ് വിത്ത് ദം, ഡൂയിങ് സം റൈറ്റിംഗ് വർക്ക്, റൈറ്റിംഗ് സം വൈറ്റ് പേപ്പേഴ്സ് ഫോർ ദം. അങ്ങനെയൊക്കെ ഇരിക്കെ ഞാൻ വിചാരിച്ചു ഡാൻസ് എന്ന് കുറച്ച് കാലമായി ചെയ്തിട്ടും അതിലേക്ക് കടന്നിട്ടും. അപ്പോൾ ജസ്റ്റ് വെൻറ്റ് ബാക്ക് ടു പ്രാക്ടീസിങ് ആൻഡ് സ്റ്റാർട്ടഡ് ടീച്ചിങ് ചെറിയൊരു രീതിയിൽ. അങ്ങനെ ഇരിക്കുക ഐ വാസ് ലൈക്ക് വാട്ട് എൽസ് ക്യാൻ ഐ ഡു. അങ്ങനെയാണ് യോർക്ക് യൂണിവേഴ്സിറ്റിയിൽ ഐ റിയലൈസ്ഡ് ഒരു MFA പ്രോഗ്രാം ഉണ്ട് ഇൻ ഡാൻസ് കൊറിയോഗ്രഫി, ബിക്കോസ് ഐ വാണ്ടഡ് ടു മേക്ക് ഡാൻസ്. ഇറ്റ്സ് വൺ തിങ് ടു ഡാൻസ് ആൻഡ് വൺ തിങ് ടു മേക്ക് ഡാൻസ്, വിച്ച് ഇസ് വെരി ഡിഫറെൻറ്റ് രണ്ടും. അതുപോലെ തന്നെ അതേസമയം I reached out to the iconic Lata Pada. ഞാൻ ഓട്ടോവേലുള്ള സമയത്ത് തന്നെ I had reached out to her for guidance and mentorship on how someone like her, who was a dancer and made a life out of it, and very entrepreneurial in nature. അപ്പോൾ I always feel like, ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ where there was another person who introduced you to the circles, അല്ലേ? അങ്ങനെ ആരെങ്കിലും നിമിത്തായിട്ട് ഒരാളുണ്ടാവും to build you and to carry you along. അപ്പോൾ എനിക്കത് ലതാക്കെ ആയിരുന്നു. ഞാൻ അവരുടെ സ്റ്റുഡൻ്റ് അല്ല, അവരുടെ അക്കാഡമിയിൽ പഠിച്ച കുട്ടിയല്ല. പക്ഷെ എന്തോ when she saw my interest and she met me, she took a chance on me, അങ്ങനെയാണ് എന്നെ ഗൈഡ് ചെയ്ത് മോൾഡ് ചെയ്ത് ഇതിലേക്ക്. ആൻഡ് യൂസിങ് മൈ സ്കിൽസ് ഫ്രം മാർക്കറ്റിംഗ് ആൻഡ് പബ്ലിക് റിലേഷൻസ് എല്ലാം കൂടിയിട്ട് മാരി ചെയ്യുന്ന ഒരു സ്പേസ് അവരുടെ ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ എൻ്റെ സ്കിൽ സെറ്റ്സും, ബിക്കോസ് ഐ അഡ്വാൻസ്ഡ് മൈ സ്കിൽ സെറ്റ്സ്, ഐ ഫൗണ്ട് എ ഫിറ്റ്. Speaking of upskilling, the wonderful Harikishan, I have to speak to him. ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരുന്നു ബൈ പ്രൊഫഷൻ, ബാക്ക് ഫ്രം ഇന്ത്യ. എന്നിട്ട് കാനഡയിലേക്ക് വരികയാണ് അല്ലേ ഇപ്പോൾ. പക്ഷേ യു ആർ പ്രൊവൈഡിങ് തെറാപ്പി ടു പീപ്പിൾ ത്രൂ യുവർ ഡാൻസ്. ബട്ട് അഗൈൻ ഐ എം പ്രിറ്റി ഷുവർ അത് ഒരു പ്രഭാതം വെളുത്ത് വന്നപ്പോൾ ഓക്കെ ഞാൻ ഇനി ഫിസിയോതെറാപ്പിസ്റ്റ് അല്ല ഡാൻസറാന്ന് പറഞ്ഞ് വന്നതല്ലല്ലോ. ദർ മസ്റ്റ് ഹാവ് ബീൻ സോ മെനി സ്ട്രഗിൾസ് ദാറ്റ് യു ഹാഡ് ടു ഗോ ത്രൂ. ഇതേപോലെ പഠിച്ചിട്ടുണ്ടാവണം. Can you just walk us through your journey a little bit? I mean, thank you, Vidya. First of all, it is quite similar but different. And എല്ലാ സ്റ്റോറീസും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരേപോലെയാണ്. പക്ഷേ like the trajectory is it's different. എൻ്റെത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഡാൻസ് ചെയ്യുന്ന വിചാരിച്ചൊരു വ്യക്തിയല്ല. എനിക്കറിയില്ല, ഒരു കമ്മിങ് ഫ്രം എ കോണ്ടെക്സ്റ്റ് ലൈക്ക് ഇന്ത്യ, അവിടെ നിന്ന് നമ്മൾ ഡാൻസ് ചെയ്യുന്നത് വേറൊരു ഇൻറ്റൻഷനാണ്. നമ്മൾ പോകുന്നു, പഠിക്കുന്നു, പ്രോഗ്രാം ചെയ്യുന്നു, വരുന്നു. എന്താണ് എനിക്ക് പല സമയങ്ങളിലും ടീച്ചർ പറയുന്നതും ഒക്കെ ആയിരുന്നു. എൻ്റെ ഇവിടെ വന്ന് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വന്ന്. അപ്പോൾ അതുകൊണ്ടൊന്നും ഒരു ഡാൻസിൻ്റെ കുറച്ച് ചിലങ്ക മാത്രം എടുത്തു, 1-2 സാധനങ്ങൾ എടുത്തിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം അറിയില്ലായിരുന്നു. ആൻഡ് എനിക്ക് ഒരു 3 ദിവസത്തിനകത്ത് എനിക്ക് ഫിസിയോ അസിസ്റ്റൻറ്റിൻ്റെ ജോലി കിട്ടി ഇവിടെ ലാൻഡ് ചെയ്തു. അപ്പം and I'm like okay, and then I thought okay, I'll just get into the school and learn, advance my studies in physio. അതൊക്കെയായിരുന്നു. ആ സമയത്ത്
അഗെയിൻ ഞാനിങ്ങനെ പലയിടത്തും എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കറിയില്ല, ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ആരും അറിയില്ല എനിക്ക്. ആ സമയത്ത് എന്നെ അറിയാവുന്നത് ഭവജൻ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വെച്ച് എനിക്ക് അറിയാവുന്നൊരു ഇതായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ കുറച്ചിങ്ങനെ ടെമ്പിൾ അമ്പലങ്ങളിലൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെ കയറിയതാണ്. അങ്ങനെ ഭവജൻ അങ്ങനെ കുറേ പേര്, മേനക്കാദി, പിന്നെ ജനക്ജി, മുരളീധരൻ സർ, മധുരയാർ മുരളീധരൻ, അവരൊക്കെ ഒരു മെയിൽ ഡാൻസറിനെ തപ്പി നടക്കുകയായിരുന്നു. ഓക്കെ. അപ്പോൾ മെയിൽ ഡാൻസർ ആയതുകൊണ്ടും ഇന്ത്യയിൽ നിന്ന് വന്നതായതുകൊണ്ടും ഒരു സോളിഡ് പ്രാക്ടീസിൽ നിൽക്കുന്നത് കൊണ്ടും അന്ന് എനിക്ക് അങ്ങനെ അവസരം കിട്ടി. അങ്ങനെ വൺ ലെറ്റ് ടു ദി അതർ ആൻഡ് ദെൻ. പക്ഷെ ആ സമയത്ത് അവിടെയാണ് നമ്മൾ ഈ കമ്മ്യൂണിറ്റി ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അല്ല, എനിക്ക് അറിയില്ല എന്താണ് ഡിഫറൻസ് എന്നറിയില്ല. ഇറ്റ് വാസ് ജസ്റ്റ് പെർഫോമൻസ് ഫോർ മീ. I did not know the difference between the community and the mainstream. There you go. So that's what I want to tell the audience there. So we are talking to professional artists here. But most of us, including me, I'm a community artist. When I say community artist, നമ്മളെ കമ്മ്യൂണിറ്റിയിൽ കുറച്ച് പേർക്ക് അറിയുന്നു, അവർക്ക് ആവശ്യമുള്ളപ്പോൾ അവർ വിളിക്കുന്നു, എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പാടുന്നു, പെർഫോം ചെയ്യുന്നു. ബട്ട് ഇറ്റ്സ് നോട്ട് എ സ്റ്റാൻഡേർഡ് മാർക്കറ്റ്. എനിക്ക് തോന്നുന്നത് എന്നെപ്പോലുള്ള ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഈ ചോദ്യം വരുന്നത്, മോനെ ഇതുകൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ? പക്ഷേ ആൻഡ് ദാറ്റ്സ് വെർ ഐ എം ലുക്കിംഗ് ഫോർ യുവർ ഇൻസൈറ്റ്. അപ്പോൾ അവിടുന്ന് നൗ യു ആർ ഇൻ ടു എ പ്രൊഫഷണൽ സ്പേസ്, ഈച്ച് ഓഫ് യു, ആൻഡ് വിൽ സ്റ്റാർട്ട് വിത്ത് യു. സോ ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ദാറ്റ് പ്രൊഫഷണൽ സ്പേസ്? No, so professional space, see, I did not know the first എന്താണ് പ്രൊഫഷണൽ സ്പേസ് എന്ന് പറയുന്നത് അറിയില്ലായിരുന്നു. അതായത് ഡാൻസ് ചുമ്മാ പെർഫോം ചെയ്യുന്നതാണ് പ്രൊഫഷണൽ സ്പേസ് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ why are we doing our own forms here in a different context was a question which was haunting me. I'm like, എന്തിനാണ് ചെയ്യുന്നത്, എന്തിനാണ് പഠിപ്പിക്കുന്നത്? കൾച്ചർ പഠിപ്പിക്കാനോ ട്രഡീഷൻ പഠിപ്പിക്കാമോ? എന്നാൽ അത് പഠിപ്പിക്കാൻ പറ്റുമോ? എത്രത്തോളം പഠിപ്പിക്കാൻ പറ്റും? അപ്പോൾ അങ്ങനെ ഞാൻ കുറേ പേര്, എനിക്ക് ഒരുപാട് മെൻറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ. I was privileged to work with like all the pioneers of South Asian dance community, whether it was Menaka Thakkar, Janakendri, Lata Pada, and a number of anyone you pick, I have worked with them. I had the privilege. So then I'm working in these pieces and I'm seeing okay, this is not the same kind of work, or like this is not the same kind of reception that you get from the audience. It shifts. ബിക്കോസ് കമ്മ്യൂണിറ്റിയിൽ അപ്പം നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ വിളിക്കും ഡാൻസേഴ്സായിട്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്, വിളിക്കും, നമ്മൾ ചെയ്യും, അതുവരെയുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ആർക്കറിയില്ല. ആൻഡ് ദെൻ അടുത്ത വർഷത്തെ പ്രോഗ്രാമിന് അവർ ഇങ്ങനെ ഒരാളെ വിളിക്കാം, അവരാണെങ്കിൽ വന്ന് ഡാൻസ് ചെയ്ത് തരും എന്ന് പറയും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി, സി ലൈക്ക് ഇഫ് ഐ ഡോണ്ട് സ്റ്റാൻഡ് അപ്പ് ഫോർ മൈ സെൽഫ് ഓർ മൈ ഫോം, ദെൻ നോബഡി വുഡ്. അപ്പോൾ അതെന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ then I wanted to I still continued, but like my advantage was, one, I would say I was a male dancer, and I was the very few male dancers who actually existed at that point of time who had some sort of a solid background in dancing. പിന്നെ എനിക്ക് ഇവരൊക്കെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി, കുറേ പഠിക്കാൻ പറ്റി. സാറ് പറയുന്നത് ഓരോരുത്തരും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പൊ എല്ലാവർക്കും ഒരാളെ കിട്ടും. എനിക്കാണെങ്കിൽ ഒരുപാട് പേരാണ് കിട്ടിയത്. ഓരോ സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോൾ ഓരോ എൻസൈക്ലോപീഡിയയുടെ ഒരു അരയാണ് തുറക്കുന്നത്. So then I'm like, okay, this is something else. Then I'm like, okay, my thinking started developing. And then to the point where COVID hit. അപ്പം ഞാനിങ്ങനെ ബാക്ക് ടു ബാക്ക് പ്രോഗ്രാംസ് ആണ്. ഇവിടെയാണ് യുഎസിൽ പോയി മാസ്റ്റർ ക്ലാസ് എടുക്കുന്നു, അത് ചെയ്യുന്നു, വർക്ക്ഷോപ്പ് ചെയ്യുന്നു. ദെൻ കോവിഡ് ആണ് ഒരു പോസ് തന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു അനുഗ്രഹമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഐ ടുക്ക് മൈ ടൈം. ഐ ലൈക്ക്, ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ഹൈ ടൈം. ഐ നീഡ് ടു ജസ്റ്റ് തിങ്ക് അബൌട്ട് ആർട്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് മീൻസ് സംതിങ്. ബിക്കോസ് ഇറ്റ്സ് എ ഹ്യൂജ് കോൺവെർസേഷൻ അല്ലേ? ഇപ്പം നേരത്തെ വിദ്യ പറഞ്ഞതുപോലെ, എന്തുകൊണ്ടാണ് കമ്മ്യൂണിറ്റിയും പ്രൊഫഷണലിസവും പ്രൊഫഷൻ ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജയദേവൻ സാറിനെ പോലുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ നോളജും വെച്ചിട്ട് യു കെൻ നെവർ call another, like put another artist, even I'm sitting beside him. ഞാൻ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ
ലെവലിൽ ഒന്നും എനിക്ക് ഞാൻ അദ്ദേഹം ഒരു 40 മിനിറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും 40 മീറ്റർ കിടക്കുന്ന ഓടാൻ ഒരിക്കലും എത്തിയാൽ പിടിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ when a community doesn't realize that's when the problem comes. പ്രൊഫഷണൽ ആർട്ടിസ്റ്റിന് അതൊരു മെയിൻ സ്ട്രീമിൽ വളരെ ഡിഫറൻസ് വരുന്നത്. അപ്പം ഞങ്ങളുടെയൊക്കെ പേ സ്കെയിലും ഈ സ്കെയിലും മെയിൻ സ്ട്രീമിൽ ഡിഫറെൻ്റ് ആണ്. ഗ്രേറ്റ്. സോ സ്പീക്കിംഗ് അബൌട്ട് പേ സ്കെയിൽ, ഐ തിങ്ക് നൗ ഐ ആം ഗോയിങ് ടു ഓപ്പൺ ഇറ്റ് അപ്പ് ഫോർ എവരിബഡി. കാരണം നമ്മൾ പേ സ്കെയിൽ പറയത്തില്ല, ഇല്ല പേ സ്കെയിൽ പറയണമെന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് കാണുന്നവരുടെ ആദ്യത്തെ ചോദ്യം ഞാൻ പറഞ്ഞ പോലെ ഇത് ഓക്കെ ഇത്രയും അധ്വാനമുണ്ട് ഒരു പ്രൊഫഷണൽ മെയിൻ സ്ട്രീമിലേക്ക് എത്താൻ, പക്ഷെ അതുകൊണ്ട് നമ്മുടെ മോർഗേജ് അടയുമോ, നമുക്ക് ഗ്രോസറി ബില്ല് അടയ്ക്കാൻ പറ്റുമോ, കാറ് വാങ്ങിക്കാൻ പറ്റുമോ, വീട്, ഇതാണല്ലോ ഒരു കോമൺ ചിന്താഗതി. ഇതാണല്ലോ നമ്മുടെ ജീവിതം ഇതുകൊണ്ട് മുമ്പോട്ട് പോകുമോ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു നല്ല വശവും ചീത്ത വശമൊക്കെ കണ്ടിട്ടുള്ളവരാണ് നിങ്ങൾ. അതിനെക്കുറിച്ച് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ആരാണ് സാർ ചിരിക്കുന്നുണ്ട്, എന്നെ കണ്ട് സാർ എന്നെ കണ്ട് ചിരിക്കുന്നത് പോടാ ചക്ക നിങ്ങൾ. അല്ല, ഇത് ഇപ്പോൾ ഒരു വയലിനിസ്റ്റ്, ഹരി പറഞ്ഞ പോലെ ഒരു വയലിനിസ്റ്റ് എന്നുള്ള നിലയിൽ വാടായി എനിക്കൊരു ഡിഫറൻസ് കിട്ടിയതെന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ഒരു ടോപ്പ് റാങ്കിങ് മ്യൂസീഷ്യൻ ഇവിടെ ഇല്ല. സാർ എന്നെ നോക്കിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇത് എന്നെ തന്നെയാണ്, എന്നെ മാത്രമാണ് നിങ്ങൾ ഇവിടുത്തെ ടോപ്പ് റാങ്കിങ് ആണ്, നോ ഡൗട്ട്. ബട്ട് എനിക്കൊരു ലക്ക് കിട്ടിയത്, സോറി കിട്ടിയത് എല്ലാ കമ്മ്യൂണിറ്റിയിലും ബംഗാളിയൊക്കെ വരും. സാറിലുള്ള എന്താന്ന് ചോദിച്ചാൽ ടോപ്പ് റാങ്കിങ് മ്യൂസീഷ്യൻസ് ഓഫ് ദിസ് ഇൻഡസ്ട്രി ലൈക്ക് ഡോക്ടർ ബാലമുരളികൃഷ്ണ, ഡോക്ടർ KJ യേശുദാസ്, TM കൃഷ്ണ, അരുണ സായിറാം, ഉണ്ണികൃഷ്ണൻ, ഇവരുടെ കൂടെ എല്ലാം എനിക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിലനിൽക്കുന്നതും കഴിഞ്ഞു പോയതുമായിട്ടുള്ള ഒരു ബഞ്ച് ഓഫ് ആർട്ടിസ്റ്റ്. അപ്പോൾ അവരോട് എല്ലാം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പ്രതിഫലം സ്വാഭാവികമായിട്ട് ഉയരുമല്ലോ. അപ്പോൾ അത് വളരെ നാച്ചുറൽ അല്ലേ. അപ്പോൾ അതുമാത്രമല്ല, അപ്പോൾ എനിക്കൊരു പേരും പെരുമയും ഒക്കെ അത് വെച്ചിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ അതൊരു ബിഗ് ഫാക്ടറായിരുന്നു. അപ്പോൾ ഒരു വയലിനിസ്റ്റിനുള്ള നിലയ്ക്ക് എനിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ മ്യൂസീഷ്യൻസിനുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഒരു വോക്കൽ സിംഗറിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ബിക്കോസ് ഹി ഹാവ് ടു പ്രൂവ് ബൈ ഹിംസെൽഫ്. സാർ ഇത് വളരെ അണ്ടർപ്ലേസ് ചെയ്ത് പറയുകയാണ് കേട്ടോ. നോളജ് വെച്ചിട്ട്, അതായത് സാർ ഇത് വളരെ സട്ടിലായിട്ട്, ഞാൻ ബാലമുരളി സാറിന്റെ കൂടെ ഒക്കെ വായിക്കാൻ ഒരു അവസരം കിട്ടി, ദാസേന്റെ കൂടെ അങ്ങനെ കിട്ടില്ലല്ലോ. സാർ അപ്പൊ അതിന്റെ പിന്നിൽ എത്ര അധ്വാനിച്ചിട്ടുണ്ടാവുന്ന വിദ്യ. എനിക്കൊരു കാര്യം പറയാം, ഇവിടെ വന്നിട്ട് ഞാൻ ഒരു ദിവസം സാർ എന്നെ വീട്ടിലേക്ക് വിളിച്ചു. ഞങ്ങൾ 2-3 ഡാൻസേഴ്സിന്. അപ്പൊ ഞങ്ങള് രാരീരമ്പാടി പോവാണ് സാറിന്റെ വീട്ടിലേക്ക്. അത് കുറച്ച് 10 വർഷം മുമ്പ്. അപ്പൊ ഞാനിങ്ങനെ തുറന്ന് വീട്ടിലേക്ക് കയറിപ്പോ റൈറ്റ് സൈഡിൽ സാറിന്റെ ലിവിങ് ഇതുണ്ട്. നോക്കിയപ്പോഴത്തേനും ബാലമുരളികൃഷ്ണ സാറ്. അപ്പൊ ഞാൻ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റില്ല. സാർ ഞാൻ നമസ്കാരം ചെയ്യാം, ആദ്യം ഈ ഒരു ഷോക്ക് മാറിക്കോട്ടെ. സാറ് ബാലമുരളികൃഷ്ണ സാർ അവിടെ ഇരിക്കുകയാണ്. വളരെ കാഷ്വൽ വാങ്ങപ്പാ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ നിന്ന് വിറയ്ക്കാണ്. സരസ്വതി മാഡം ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ ഞങ്ങളന്നൊരു പ്രൊഡക്ഷൻ ചെയ്യുന്ന ഇതായിരുന്നു. അപ്പം സാർ ഇങ്ങനെ എന്താ പറയാ അറിയുമോ, സാറിന്റെ വീട്ടിൽ ഇങ്ങനെ ഇവരൊക്കെ ഇങ്ങനെ ചുമ്മാ നമ്മുടെ വീട്ടിൽ പോയിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ പോയി എന്തോ അതുപോലെയാണ് കയറി ഇറങ്ങുന്നത്. എനിക്ക് തോന്നുന്നു അതിന്റെ പിന്നിലെ സാറിന്റെ അധ്വാനം തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർ അറിയേണ്ടത്. കാരണം അധ്വാനവും നോളജ് ആൻഡ് കോൺസ്റ്റന്റ് അപ്സ്കില്ലിംഗ്. കാരണം ഇപ്പോൾ നോട്ട് ടു ഡിസ്ക്രെഡിറ്റ് എനിബഡി, ചിലപ്പോൾ നമ്മൾ ആ ഒരു 90 seconds ഓഫ് ഫെയിം ഉണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ, നമ്മളൊരു സാധനം പാടിയിടുന്നു, വൈറലാവുന്നു, പിന്നീട് ചിലപ്പോൾ ചില യങ്സ്റ്റേഴ്സ് ഗെറ്റ് ഡിപ്രസ്ഡ്. കാരണം എന്നോട് തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, ആദ്യം കുറച്ചിടുമ്പോൾ കുറേ ലൈക്സും കോമെൻറ്റ്സ് ഒക്കെ വരും, പക്ഷെ പിന്നെ എൻ്റെ ആർട്ട് ഡസ് നോട്ട് ഗെറ്റ് അപ്രീഷിയേറ്റഡ്. അപ്പോൾ സംവെയർ ദേ ആർ ഗെറ്റിംഗ് സ്റ്റക്ക്. പക്ഷേ ഈ ആർട്ടിനെ ഇത്രയും ഡിസിപ്ലിൻഡ് ആയിട്ട്, ഒരു ഡിസിപ്ലിനും കൂടി ഉണ്ടല്ലോ സാർ. സാർ ഇപ്പം എത്ര പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബാലമുരളികൃഷ്ണ സാറിന്റെ കച്ചേരി ആയാലും ദാസേന്റെ കച്ചേരി ആയാലും അതിന് വേണ്ടി one day I was in Chennai and I called Das uncle. I'm here. He said, okay, when you are coming to my house, you tell me. So immediately he asked, tomorrow, okay? Yes. What time, sir? I called him uncle. What time, uncle? 6 in the morning. Wow. 6 in the morning to visit a person. He said, yes, fine, come. സോ എനിക്ക് 4 മണിക്ക് എഴുന്നേക്കണം, കാരണം മദ്രാസ് ചെന്നൈ ട്രാഫിക് ഈസ് ഹെക്ടിക്. സോ ഐ റീച്ച്. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം സമഗമ പ്രാക്ടീസ് ചെയ്യാം. അപ്പോഴേ രാവിലെ 6 മണിക്ക്. അന്ന് അദ്ദേഹത്തിന്
78 വയസ്സുണ്ട്. അപ്പൊ ഞാൻ കയറി ചെന്ന ഉടനെ ചോദിച്ചു, യു പ്രാക്ടീസ് ദിസ് വൈരിഷാസ് നൗ? He is asking me back, don't you? Don't you? Not you. I said, yes, but yeah, I understood. 6 മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ അല്ല, ഈ ലെവലില് he is practicing the varishas, the Yeah. beginning lessons, am I right? Yeah. So ഇതൊക്കെ ഓരോ ലെസൺ ആണ്. Yeah. Absolutely. Yeah. So അതുപോലെ നമ്മുടെ കൾച്ചർ, നമ്മുടെ ക്യാരക്ടർ മോൾഡ് ചെയ്യുന്നത്. yeah. ഞാൻ ബാലമുരളി സാറിൻ്റെ കൂടെ പോകുന്നു സ്റ്റേജിലേക്ക്. അപ്പം ഞാൻ ആദ്യമാണ്, ഞാൻ ഫ്രണ്ടിൽ പോകുന്നു. ഞാൻ സ്റ്റേജിൽ കയറിയ ഒരു വെരി സീനിയർ മ്യൂസീഷ്യൻ ഈസ് സീറ്റിംഗ്. ഓണസ്റ്റ്ലി എനിക്ക് അദ്ദേഹത്തിൻ്റെ പാട്ട് വലിയ ഇഷ്ടമല്ലായിരുന്നു Correct. അന്നത്തെ കാലത്ത്, ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് മാറി ഈ വയലിനോട് വെച്ചിട്ട് ഞാൻ വെള്ളം ഇറങ്ങിപ്പോന്നു. ദെൻ ഹീ കെയിം, ഇഡ്ലി ഹി സോ ദാറ്റ് മ്യൂസിഷ്യൻ, ഹി വെന്റ് ടു ഹിം ആൻഡ് ടച്ച്ഡ് ഹിസ് ഫീറ്റ്. Right. അപ്പോൾ ഞാൻ ഉടനെ വന്ന് രണ്ടാമത് ടച്ച് ചെയ്തു. ഇങ്ങനെ നോക്കി തിരിച്ചെന്നോട് ചോദിച്ചു, നീ അദ്ദേഹത്തെ നേരത്തെ കണ്ടില്ലായിരുന്നോ? ചോദിച്ചു. കണ്ടിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തെ നമസ്കരിച്ചില്ല ആദ്യം? അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോ ലെസണാണ്. നമ്മുടെ ക്യാരക്ടറിനെ അവർ മോൾഡ് ചെയ്യണം. Right. And സുമ, അല്ല, എനിക്ക് സാറ് പറയുമ്പോൾ എനിക്ക് എന്താ പറയാനുള്ളത് സാർ, ഇങ്ങനെ നിങ്ങളെപ്പോലെയുള്ള കുറച്ച് ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, ഓൾ ദ നെയിംസ് യു ടേക്കൺ, ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് ദേ ഓൾ ഫങ്ഷൻ ഓൺ എ ഡിഫറെൻറ്റ് ഡയമെൻഷൻ. നമ്മളെല്ലാവരും ഓൾ ആർ ഹ്യൂമൻ ബീങ്സ്. പക്ഷെ ചിലപ്പോൾ ഞാൻ വിചാരിക്കും, ഈ നമ്മുടെ ഡിവിനിറ്റി, ദൈവം എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക, ഈസ് ത്രൂ ആർട്ട്, ലൈക്ക് ബാലമുരളി കൃഷ്ണൻ സർ ഓർ യേശുദാസ് സർ or Sachin Tendulkar on the field, you know. Definitely. It is their hard work and how their brains are wired. Sachin Tendulkar പറഞ്ഞ all musicians are big cricket fans. They don't take true actually, you know, 100%. So somewhere you believe that ഇവരൊന്നും കാശിന് വേണ്ടിയിട്ടല്ല പ്രവർത്തിക്കുന്നത്. But I have to go back to my no, I'm not saying they are doing it. I also believe that കാരണം സാറ് പറഞ്ഞ പോലെ ദാസേട്ടനോ ടെണ്ടുൽക്കറോ അല്ലെങ്കിൽ ബാലമുരളി സാറൊന്നും അവർക്ക് പൈസയോ ഫെയിമൊന്നുമില്ല, അവർക്ക് ആ ആർട്ടിനോടുള്ള കമ്മിറ്റ്മെന്റ് ആണ്. പക്ഷേ ഐ എം ജസ്റ്റ് ഗോയിങ് ബാക്ക് ടു മൈ ക്വസ്റ്റ്യൻ, ഈ ആർട്ട് പെർസ്യൂ ചെയ്യണമെന്ന് പറയുന്നവർക്ക് ആ ലെവൽ എത്തിച്ചേരുന്നവരിക്കും ഇത് ജീവിതം മുമ്പോട്ട് പോകണല്ലോ. So you're working for a non-profit. I work for a non-profit. So you had a choice to work for a profit if you wanted to. Yes, I did. But I still do. What prompts you to work for a non-profit? Because I don't think there is anything more deeply satisfying for me as an individual, Right. To be making dances, Right. to be able to put events together. Right. എനിക്ക് ഒരു 100 ആൾക്കാരാണെങ്കിൽ പോലും അവര് they have been entertained or they've had an experience that is either joyful, that is either transcendental through music. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. That gives me an incredible high. Lovely. And also ഇങ്ങനെ ഉള്ള ആർട്ടിസ്റ്റ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത് വളരെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലേ വിദ്യ? You know what it's like, അല്ലേ? നമ്മൾ of course without dismissing what corporate life can be and how industries are changing the world, ആർട്ടില്ലാതെ മുമ്പോട്ട് and if we were able to make a space for ourselves, I feel like വളരെ ഫോർച്ചുനേറ്റ് ആണ്. And even Hari to that matter, Hari ആയിട്ട് ഞാൻ earlier സംസാരിക്കുമ്പോൾ പറയായിരുന്നു, yes, people can make the ends meet with art. Yeah, absolutely. It's not easy. It's not very easy. challenging. It is not easy at all. And also വളരെ എന്താ പറയുക, വളരെ ഇതായിട്ട് ഫ്രണ്ടിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ ഇത് ഭയങ്കര ഒരു ഇതായിട്ടുള്ളൊരിതാണ്, അവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെയല്ല. There is a lot of work. I work almost 12 to 16 hours a day. Right. And I'm not dismissing that anybody else would not do the same thing in any other field. Right. But ഞാൻ പറഞ്ഞ അത്ര മാത്രം you will have to, whether it is about learning for yourself, practice for yourself, that is all part of it, right? You have to, if you are not in practice, you cannot make others practice. If you are not learning, you cannot make others learn. And you have to work for like a not-for-profit organization or whatever, like all the things. So you need to, because as a person who never knew computers, I had to learn what exactly is a computer, and be like, and be articulative about how to use my words, how to actually use my words for describing my work. Like അങ്ങനെത്തെ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വന്നു. And then to be in a jury, like it's all learning. So everything is a daily practice. ഇതെല്ലാം ഒരു 10, 14, 16 മണിക്കൂർ പിന്നെ പോയി പഠിപ്പിക്കുക വരിക അതൊക്കെ ഉണ്ട്.
ഇതാണ് നമ്മുടെ പ്രൊഫഷൻ. റൈറ്റ് പക്ഷെ ഇതെല്ലാവർക്കും പറ്റില്ല. ആ ഒരു ഡിസിപ്ലിൻ, ആ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഇതെല്ലാവർക്കും, ഇറ്റ്സ് നോട്ട് എവറിബഡീസ് കപ്പ് ഓഫ് ടീ. ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, എവറിബഡി ആസ്ക്സ് മീ ഹൗ ടു ബിക്കം എ ക്രിസ്ത്യാനോ റൊണാൾഡോ ആൻഡ് ഹി സേസ് ഐ കൻ ഗിവ് യു ദ പ്ലേ ബുക്ക് നൗ ബട്ട് യു വോണ്ട് ബി ഏബിൾ ടു ഡു ഇറ്റ്. ഞാൻ തരാം, കാരണം ഇന്ന സമയത്ത് ഉറങ്ങണം, ഇന്ന സമയത്ത് എണീക്കണം, ആൻഡ് യു ഹാവ് ടു ഡു ദാറ്റ് 365 days a year reign. ഒരു കഥ കേട്ടിട്ടുണ്ട്, പാബ്ലോ പിക്കാസോയുടെ ഒരു ലേഡി വന്ന് ചോദിച്ചു 1 മിനിറ്റിൽ എന്റെ സ്കെച്ച് വരച്ചു തരാൻ. 1 മിനിറ്റിൽ സ്കെച്ച് വരച്ചു വെച്ചിട്ട് പറഞ്ഞ് $100,000. 1 മിനിറ്റിന് അല്ല, 1 മിനിറ്റിനല്ല, ഈ 1 മിനിറ്റിൽ എനിക്ക് വരയ്ക്കാൻ കുറെ നാൾ ഇത്രയും വർഷത്തെ. Yes, that's a very valid point, sir. ഇപ്പോൾ ഈ ആർട്ടിസ്റ്റ്, അൺലെസ് യു ആർ എ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ്, ഒരു പേ സ്കെയിൽ ഫിക്സഡ് അല്ല. ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ പാടാൻ പോവുകയാണെങ്കിൽ അവർക്ക് അലൗഡ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ ആ ബഡ്ജറ്റിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇന്ന് ആർട്ടിസ്റ്റിനെ അവർ കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ബഡ്ജറ്റിൽ ഫിറ്റ് ആവുന്ന വേറൊരു ആർട്ടിസ്റ്റിനെ കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ പ്രൊഫഷണൽ സ്ട്രീമിൽ വരുമ്പോൾ എവിടെയെങ്കിലും ഒരു ചാർട്ടോ ഒരു പേ സ്കെയിലോ അങ്ങനെ എന്തെങ്കിലും ഫിക്സ്ഡ് ആയിട്ടുണ്ടോ? ആൾക്കാർക്ക് അങ്ങനെ അസ്പയർ ചെയ്യാനുള്ള മാർഗമുണ്ടോ? ഡാൻസിൽ ഡെഫിനറ്റ്ലി ഉണ്ട്. ആൻഡ് ഓൾസോ ഐ എം പ്രിറ്റി ഷുവർ ദർ ഇസ് വൺ ഫോർ മ്യൂസിക് ഓൾസോ ഫോർ ദ മെയിൻ സ്ട്രീം. ബിക്കോസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഐ വാസ് ആക്ച്വലി ഗോയിങ് ബാക്ക് ടു വാട്ട് ഐ സെഡ്, ഞാൻ വളരെ ലക്കി ആയിരുന്നു. ഞാൻ ആദ്യമേ എനിക്ക് ഐ വാസ് എക്സ്പോസ് ടു ഓൾ ദീസ് മെയിൻ സ്ട്രീം കമ്പനീസ് ആൻഡ് ദെൻ ഐ ന്യൂ വാട്ട് എക്സാക്ട്ലി വാസ് ഹാപ്പനിങ്. അപ്പോൾ അതാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയ സമയം. We cannot demand the same money from the community. Right. That is for sure. Yeah. But there is a base money for an emerging artist. There is a base money that you get for a mid-career artist. There is a base money that you get for an established artist. ഇത് per hour ആണോ? ഇത് per hourly for rehearsals, performance is different. പിന്നെ weekly rate ഉണ്ട്, flat rates ഉണ്ട്. Okay. അങ്ങനെയാണ് സംഭവം മെയിൻ സ്ട്രീമിൽ നടക്കുന്നത്. പക്ഷെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ നടക്കുമ്പോൾ ഇതൊരു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനാണ്. പക്ഷെ വെൻ യു ആർ കോളിംഗ് us experienced artists like Jaydevan sir, as he just now mentioned, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് you cannot go and ask him like, can you perform for 500? No. Right. That is the worst disrespect that you can actually show towards an art and the artist and their time. ഇത്രയും വാല്യുബിൾ ആയിട്ട് നമ്മൾ അവരെ കാണുന്നു. അതേപോലെ തന്നെയാണ് ഒരു ആർട്ടിസ്റ്റും ഏത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഈ ഡിഫറൻസ് അറിയാൻ പറ്റില്ല. ദാറ്റ്സ് വാട്ട് ദി ഇഷ്യൂ. കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബാൻഡിൻ്റെ കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ വിദ്യയ്ക്ക് ഒരു ബാൻഡുണ്ട്, ബാൻഡ് പറയുകയാണ് എനിക്ക് ഇന്ന ഇത് വേണം, പക്ഷെ വേറൊരു ബാൻഡ് എന്ന് പറയും ഞങ്ങൾ അതിൻ്റെ പകുതിക്ക് തയ്യാറാണ്, അല്ലെങ്കിൽ വി ആർ ready to do free. So the community people will give that program to them. So the community a level of that difference they don't. Because they don't understand the artistry or like the talent behind that particular artist. അവർക്കും ഈ പറഞ്ഞോണം അവരുടെ ഒരു ബഡ്ജറ്ററി കൺസ്ട്രെയിന്റ് കൂടി ഉണ്ട്. കാരണം അവർക്കൊരു തുകയുണ്ട്, അതിലവരെല്ലാം ചെയ്യണം. ബട്ട് അവർക്ക് നല്ല മ്യൂസിഷ്യൻസിനെ അല്ലെങ്കിൽ നല്ല ആർട്ടിസ്റ്റിനെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആൻഡ് ദാറ്റ്സ് വെയർ വി ഗോ ബാക്ക് ടു അങ്ങനെ ഒരു ആർട്ടിസ്റ്റ്. ഇപ്പോൾ ജയദേവൻ സാറിന് ഒരു ബ്രാൻഡ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഹരികിഷൻ ഹാസ് ടു ബി എ ബ്രാൻഡ്, റിഗാട്ട ഓർ ഫ്രം സമ്പ്രദായ, സുമ യുവർ സെൽഫ്, അങ്ങനെ ഒരു ബ്രാൻഡ് ആവണമെങ്കിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു അപ്സ്കില്ലിങ്ങും മെയിൻ സ്ട്രീമിലേക്ക് എത്തണം എന്നാണോ? അങ്ങനെ എത്തിയിട്ടും കാര്യമില്ല എന്നാണോ? I just have an additional point. Sometimes in the situations where community engagements happen and we are invited, ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് there are artists who harm artists. And I'll tell you why that happens. Because if you do it for free, നമ്മുടെ എൻറ്റയർ ആർട്ട് ഫോമിനെയാണ് അത് ഡിസ്മിസ് ചെയ്യണത്. ഇപ്പം ഒരു 2 ഭരതനാട്യം ഡാൻസേഴ്സ് ഉണ്ടെന്ന് വെച്ചോ, ഒരാൾ is asking for the money he or he deserves, and then there is another artist somewhere else in some other part of town who's willing to do it for free. So you are harming everybody in the sector and the ecosystem by saying I'll do it for free. I'll do a cinematic dance or a Bollywood dance or even a classical dance for free. So sometimes I feel artists also must realize that there are people who do this full time. There are people who make a living out of this and who want to push their art and their form onto even community levels. Even at community levels, and without dismissing community programming at all. I mean, I don't want you to think that we are sitting on a karanam avarkum platforms vende. You need mothers of children to come together and dance for Onam, and that is extremely important. At the same time, you need to know what is community and what is professional, and why is a professional group asking for
30K for a performance, or you know, if you want live music, you want dancing, you want projections, these don't come easy. And another thing I want to remind artists is that those who, you know, wonder about, not just even if you're a musician, someone else is making money off of you, right? Even if it's a corporate engagement, they are making money saying Vidya Shankar is headlining our band. best. But you know, I'm trying to. Obviously, Vidya, come on, you're dismissing yourself like nobody else's business. Come on. No, but Jayadevan sir, I'm not talking. Jayadevan sir is a different league altogether. But even if there is a really good singer or a dancer, Yes. and they are headlining, okay, someone is making money off of that. Right. mileage, Also, right? to actually add on to what Suma is, community nothing will work without arts. Right. Anything, it starts with art, it ends with art. Right. So it won't function. You ചുമ്മാ പ്രസംഗം മാത്രം വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വരുമോ? ഇല്ല. Nothing works without. So Right. it has a major part in the community. Like, you know, art plays a major role in the community. Right. So, but the thing is, when a person, like, you know, when Dr. Suma is, like, you know, it is equally important, like, you know, ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സ്റ്റാർട്ട്സ് ദെയർ. പക്ഷേ അതിൽ നിന്ന് ഡെവലപ്പായ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർ തിരിച്ച് കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഐ എം നോട്ട് ആസ്കിങ് യു ടു ആക്ച്വലി അക്നോളജ് ദം വിത്ത് എ ലോഡ് ഓഫ് അത് ഇതൊന്നുമല്ല. പക്ഷെ ദർ ഈസ് a difference. There is a difference in the talent. There is a difference in artistry. There is a difference in nuance, the way the people handle arts. That needs to be identified, because അത് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ പാടില്ല. അത് വളരെ, അത് ഓഡിയൻസിൻ്റെയും ഓർഗനൈസേഴ്സിൻ്റെയും ഈ ഇൻസ്റ്റാഗ്രാം പിക്ക് ചെയ്യുന്നവരുടെയൊക്കെ ഒരു ലേണിംഗ് പ്രോസസ്സാണ്. They need to really invest. If you want to look at somebody and look like, oh, this is a fine dancing, this is a fine music. My question is, ഇൻസ്റ്റാഗ്രാമിൽ 2 മിനിറ്റ് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് 2 മണിക്കൂർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. And for me, as an artist who has been practicing or like has been in dance for past 40 years, like, you know, I started it 40 years ago. അപ്പോൾ എനിക്ക് കണ്ടു കഴിഞ്ഞാൽ 2 മണിക്കൂർ 2 മിനിറ്റ് കഴിയുമ്പോൾ എനിക്കറിയാൻ പറ്റും. എനിക്കറിയാൻ പറ്റും അവർക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. Because I am a teacher, because I've been, അതുപോലെ തന്നെ I'm pretty sure all of you also will be able to identify that. ആ ഒരു ലെവൽ ഓഫ് തിങ്കിങ് വേണം, മനസ്സിലാക്കണം. ബിക്കോസ് 2 മിനിറ്റ് പാടുന്നവർക്ക് 2 മണിക്കൂർ പാടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിലാണ് it plays a major role. When, you know, okay, person like Jayadevan sir walks in, he can just play for like 3 hours like nobody else's business. ഒരു രാഗത്തിന്റെ ഏത് വിസ്താരം വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നുണ്ടെങ്കിൽ സഞ്ചരിക്കാനുള്ള ഒരു ടാലൻറ്റും ഒരു കപ്പാസിറ്റിയും ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിന് നമ്മൾ ആ രീതിയിൽ തന്നെ മാനിക്കണം. And that is the value that this person brings. That's an education, that's a knowledge system that this person brings to the table. ആ ഒരു particular performance. One more thing, the other, you know, the people, individual people, they also have to understand the value of art. And the art is everything. Suppose they choose a teacher, what they consider first, closest teacher. പെട്ടെന്ന് പോകാൻ പറ്റണം, ഡ്രോപ്പ് ചെയ്യാൻ പറ്റണം. സോ അതാണ് അവർ നോക്കുക. അല്ലാതെ മ്യൂസിക് നോളജോ ഒന്നുമല്ല. നിങ്ങൾ ഒരു ടി വി മേടിക്കുമ്പോൾ 10 ഷോപ്പിൽ പോയി ഷോപ്പ് അറൗണ്ട് ചെയ്യും, അല്ലേ? പക്ഷേ ഒരു ടീച്ചറിനെ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം അടുത്തുള്ള ആള് എന്നുള്ളതാണ് കൺസിഡറേഷൻ. അത് തന്നെ തെറ്റാ, അവിടെ തുടങ്ങുന്നു ഈ മിസ്റ്റേക്ക്. അപ്പോൾ അതുകൊണ്ട് നല്ല ആർട്ടിസ്റ്റിനെ മനസ്സിലാക്കാൻ പറ്റണം. ഇപ്പോൾ ഹരിയെ പോലെയോ സുമിയെ പോലെയോ ഒക്കെ എന്ന കപ്പാസിറ്റി, അവരെന്തൊക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കൊളാബറേഷൻ നടത്തിയിട്ടുണ്ട്, ഇതൊക്കെ അറിയണം. എന്നിട്ട് വേണം നിങ്ങളുടെ കുട്ടിയെ അവിടെ വിടാൻ. Absolutely. That is very important. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. I know we have barely scratched the surface of the topic. പക്ഷെ നമുക്ക് ഇതിലൊരു പോഡ്കാസ്റ്റ് സീരീസ് തന്നെ വേണ്ടി വരും. നമുക്ക് തുടങ്ങാം. എത്രയും പെട്ടെന്ന് തുടങ്ങണം. പക്ഷെ എനിക്ക് ഈ ഒരു പരിമിതമായ ഡിസ്കഷനിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നത്, ആർട്ട് ഇസ് എ സീരിയസ് പ്രൊഫഷൻ, ആർട്ട് ഇസ് എ സീരിയസ് ബിസിനസ് കൂടി അല്ലേ, പെർസ്യൂട്ട്. അപ്പോൾ നമ്മൾ ആർട്ടിനെ സീരിയസ് ആയി കണ്ടു കഴിഞ്ഞാൽ ആർട്ട് തിരിച്ച് നമ്മളെയും സീരിയസ് ആയി കാണും. കല കൊണ്ട് ജീവിതം നമുക്ക് പോറ്റാൻ പറ്റും തീർച്ചയായിട്ടും. പക്ഷേ കലയെ നമ്മൾ ആരാധിക്കണം, അതിനനുസരിച്ച് അതിൽ അധ്വാനിക്കണം എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് അതിന് ഉള്ള 3 എക്സാമ്പിൾസ് ആണ് നമ്മുടെ അടുത്ത്. കാരണം ഇന്ത്യയിൽ നിന്നും കാനഡയിലേക്ക് വരുമ്പോൾ തൻ്റെ വയലിൻ
എടുക്കണ്ട എന്ന് തീരുമാനിച്ച് വന്ന ജയദേവൻ സാർ. അദ്ദേഹത്തിന്റെ അപ്പൂപ്പൻ പറഞ്ഞതുകൊണ്ട് മാത്രം വയലിൻ എടുത്ത് പെട്ടിയിൽ വെച്ച വ്യക്തി. അതായത് അദ്ദേഹം സംഗീതം വേണ്ട എന്ന് വെച്ചാലും സംഗീതം അദ്ദേഹത്തിന്റെ കൂടെ തന്നെ തുടരുന്നു. ആൻഡ് സെയിം തിങ്, യു വെന്റ് ടു കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ്, യു വെന്റ് ടു physiotherapy, but the art is following you and art protects you, art takes care of you. So I think all the aspiring artists out there, all I have to say is you can live, flourish as an artist provided you have a sense of dedication, അതിനോടൊരു ആദരവ്, ഒരു റെസ്പെക്ട് ആൻഡ് റിലൻറ്റ്ലെസ് ഹാർഡ് വർക്ക്. ഇവരുടെ അടുത്ത് സംസാരിച്ച് എനിക്ക് കൊതി തീർന്നിട്ടില്ല. Until we see next, I should thank you for making time for us and look forward to meeting you. Thank you Vidya, thank you so much.